നമസ്കാരം, ഹൈറേഞ്ച് വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ സുരക്ഷാ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ദേശീയ ഡാം സുരക്ഷാ അതോറിറ്റിക്ക് കൈമാറി. അണക്കെട്ടുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ പരിഗണിക്കാൻ കേന്ദ്രം പുതിയ മേൽനോട്ട സമിതിയെ രൂപീകരിച്ചു. അണക്കെട്ടിന് പുതിയ മേൽനോട്ട സമിതി എന്ന തീരുമാനം സംസ്ഥാനത്തിന് ആശ്വാസകരമെന്ന് ഇടുക്കി എം പി ഡീൻ കുര്യാക്കോസ്. എല്ലാ മാനദണ്ഡങ്ങളും പാലിച്ചാണ് കഞ്ചിക്കോട് ബ്രൂവറി പദ്ധതിക്ക് അനുമതി നൽകിയതെന്ന് മന്ത്രി എം പി രാജേഷ്. കേന്ദ്ര സർക്കാർ അംഗീകരിച്ച കമ്പനിക്കാണ് ടെൻഡർ നൽകിയത്. എക്സ്ട്രാ ന്യൂട്രൽ ആൽക്കഹോൾ നിർമ്മാണം സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ച മദ്യനയത്തിന്റെ ഭാഗമാണെന്നും മന്ത്രി. ഇപ്പോഴത്തെ പ്രതിപക്ഷ ആരോപണം സ്വാഭാവികമെന്നും പ്രതികരണം. വനനിയമ ഭേദഗതി ബില്ല് സംസ്ഥാന സർക്കാർ പിൻവലിച്ചത് ഐക്യജനാധിപത്യ മുന്നണിയുടെ സമരത്തിന്റെ ഫലമെന്ന് ഇടുക്കി എം പി ഡീൻ കുര്യാക്കോസ്. സംസ്ഥാന സർക്കാരിന്റെ തീരുമാനം സ്വാഗതാർഹം. ബില്ല് പിൻവലിച്ചത് സർക്കാരിന് വൈകി വന്ന വിവേകമെന്ന് AICC അംഗം EM അഗസ്തി. വാനരശല്യത്താൽ പൊറുതിമുട്ടി അടിമാലി ഗ്രാമപഞ്ചായത്തിലെ 10ാം വാർഡിലെ ഒരുപറ്റം കുടുംബങ്ങൾ. വാനരശല്യത്താൽ പ്രതിസന്ധിയിലായിട്ടുള്ളത് അടിമാലിക്കും കൂമ്പൻപാറയ്ക്കുമിടയിൽ ടെക്നിക്കൽ ഹൈസ്കൂളിന് സമീപത്തുള്ള ഒരുപറ്റം കുടുംബങ്ങൾ. കൂട്ടത്തോടെ ജനവാസ മേഖലയിലേക്ക് എത്തുന്ന വാനരന്മാർ വീട് പോലും കൈയടക്കുന്ന സ്ഥിതി. വിശദമായ വാർത്തകൾ. മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ സുരക്ഷാ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ദേശീയ ഡാം സുരക്ഷാ അതോറിറ്റിക്ക് കൈമാറി. അണക്കെട്ടുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ പരിഗണിക്കാൻ പുതിയ മേൽനോട്ട സമിതിയും കേന്ദ്രം രൂപീകരിച്ചു. പുതിയ ഡാം സുരക്ഷാ അതോറിറ്റി ചെയർമാനാണ് സമിതിയുടെ പുതിയ അധ്യക്ഷൻ. മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ സുരക്ഷ ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ഡാം സുരക്ഷാ അതോറിറ്റിക്ക് കൈമാറുമെന്ന് നേരത്തെ കേന്ദ്ര ജല കമ്മീഷൻ സുപ്രീം കോടതിയെ അറിയിച്ചിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഡാം സുരക്ഷാ അതോറിറ്റിക്ക് മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ സുരക്ഷാ കാര്യങ്ങൾ കൈമാറിക്കൊണ്ടുള്ള ഉത്തരവ് കേന്ദ്ര ജലശക്തി മന്ത്രാലയം പുറത്തിറക്കിയിരിക്കുന്നത്. നിലവിലുണ്ടായിരുന്ന മുല്ലപ്പെരിയാർ മേൽനോട്ട സമിതി പിരിച്ചുവിടുകയും പുതിയ മേൽനോട്ട സമിതിക്ക് രൂപം കൊടുക്കുകയും ചെയ്തു. നേരത്തെ മേൽനോട്ട സമിതിയുടെ അധ്യക്ഷൻ ജല കമ്മീഷന്റെ ചെയർമാനായിരുന്നു. ദേശീയ ഡാം സേഫ്റ്റി അതോറിറ്റിയുടെ ചെയർമാനായിരിക്കും പുതിയ മേൽനോട്ട സമിതിയുടെ അധ്യക്ഷനെന്നും കേന്ദ്ര ജലശക്തി മന്ത്രാലയം ഉത്തരവിൽ പറയുന്നു. മേൽനോട്ട സമിതിയിൽ 7 അംഗങ്ങളുണ്ടായിരിക്കും. ഇതിൽ കേരളത്തിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നുമുള്ള അഡീഷണൽ ചീഫ് സെക്രട്ടറിമാരും തമിഴ്നാട്ടിലെ കാവേരി സെല്ലിന്റെ ചെയർമാനും കേരളത്തിന്റെ ഇറിഗേഷൻ വകുപ്പ് ചെയർമാനും അംഗമായിരിക്കും. ബംഗളൂരുവിലെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസിലെ സെന്റർ ഫോർ എക്സലൻസിലെ ഒരു അംഗത്തിനെയും മേൽനോട്ട സമിതിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ സുരക്ഷാ കാര്യങ്ങൾ കൂടി കണക്കിലെടുത്താണ് 2021 പാർലമെന്റ് പാസാക്കിയ ഡാം സുരക്ഷാ നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ രൂപവൽക്കരിക്കപ്പെട്ട ദേശീയ ഡാം സുരക്ഷാ അതോറിറ്റിക്ക് ഇപ്പോൾ അണക്കെട്ടുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും കൈമാറിയിരിക്കുന്നത്. സുപ്രീം കോടതിയിൽ കേരളം പലതവണ ആവശ്യപ്പെട്ട കാര്യമായിരുന്നു ഇത്. മുല്ലപ്പെരിയാർ അണക്കെട്ടിന് പുതിയ മേൽനോട്ട സമിതി എന്ന തീരുമാനം സംസ്ഥാനത്തിന് ആശ്വാസകരമെന്ന് ഇടുക്കി എം പി ഡീൻ കുര്യാക്കോസ്. കേരളത്തിന്റെ വർഷങ്ങളായുള്ള ആവശ്യമാണ് അംഗീകരിക്കപ്പെട്ടത്. മുൻപ് ഉണ്ടായിരുന്ന മേൽനോട്ട സമിതി എടുത്തതുപോലെ ഏകപക്ഷീയമായ തീരുമാനങ്ങൾ ഇനി ഉണ്ടാകില്ല. കേന്ദ്ര സർക്കാരിന് അവധാനതയോടെ ഇടപെടാൻ അവസരമുണ്ടാകുന്നു. വിഷയത്തിൽ സംസ്ഥാന സർക്കാരിനും ഇടപെടാൻ അവസരമുണ്ടാകും. പുതിയ അണക്കെട്ട് എന്ന കേരളത്തിന്റെ ആവശ്യത്തിൽ അനുകൂലമായ തീരുമാനമുണ്ടാകുമെന്നാണ് പ്രതീക്ഷയെന്നും എം പി കട്ടപ്പനയിൽ പറഞ്ഞു. പുറത്തുവരുന്ന വാർത്തയനുസരിച്ച് നാഷണൽ ഡാം സേഫ്റ്റി അതോറിറ്റി രൂപീകരിച്ചെന്നും മുല്ലപ്പെരിയാർ കേസിൽ അല്ലെങ്കിൽ മുല്ലപ്പെരിയാർ ഉൾപ്പെടെ ഇന്ന് സൂപ്പർവൈസറി കമ്മിറ്റിയുടെ അധീനതയിലാണ്. ആ സൂപ്പർവൈസറി കമ്മിറ്റിയുടെ മുഴുവൻ അധികാരങ്ങളും നാഷണൽ ഡാം സേഫ്റ്റി അതോറിറ്റി ഏറ്റെടുത്തിരിക്കുന്നു. ഇത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം ആശ്വാസകരമായ ഒരു വാർത്തയാണ്. എന്തുകൊണ്ടെന്നാൽ സൂപ്പർവൈസറി കമ്മിറ്റിയുടെ ഭാഗത്തു നിന്നും ഏകപക്ഷീയമായ നിലപാട് നമുക്ക് എതിരായി ഉണ്ടാകുമ്പോൾ നാഷണൽ ഡാം സേഫ്റ്റി അതോറിറ്റി എന്ന് പറഞ്ഞാൽ ഇതാദ്യമായി സുപ്രീം കോടതിയുടെ പരിധിയിൽ നിന്നും പുറത്തേക്ക് വന്നുകൊണ്ട് ഇന്ന് രാജ്യത്ത് നിലനിൽക്കുന്ന ഒരു നിയമത്തിന് അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള ഒരു കമ്മിറ്റിയുടെ അണ്ടറിലേക്ക് വരികയാണ്. അപ്പോൾ നമുക്ക് കേരളത്തിനൊരു റീ ഓപ്പണിംഗ് ഈ മുല്ലപ്പെരിയാർ വിഷയത്തിൽ കിട്ടിയാണ്. നാഷണൽ ഡാം സേഫ്റ്റി അതോറിറ്റിയുടെ മുമ്പിൽ ഒരു വിഷയം വരുമ്പോൾ ഇപ്പോൾ തന്നെ ഘടനാപരമായി കേരളത്തിന്റെ ഒരു പ്രതിനിധിയും തമിഴ്നാടിന്റെ ഒരു പ്രതിനിധിയും അക്കാര്യത്തിൽ ഉണ്ടാവും. നാഷണൽ ഡാം സേഫ്റ്റി അതോറിറ്റിയുടെ ചെയർമാനാണ് അതിന്റെ അധ്യക്ഷൻ. ഇത്തരത്തിലുള്ള ഡാമുകളുടെ സർവൈലൻസും ഇൻസ്പെക്ഷനും മെയിന്റനൻസും ഓപ്പറേഷനും ഇതനുസരിച്ച് എന്താണ് ഈ NDSAയുടെ കീഴിലേക്ക് വരികയാണ്. അപ്പോൾ ഒരു ഗവൺമെന്റിന്റെ കീഴിലേക്ക്, സെൻട്രൽ ഗവൺമെന്റ് കേന്ദ്ര സർക്കാരിന്റെ കീഴിലേക്ക് ഈ സംഭവം വന്നിരിക്കുകയാണ്. അപ്പോൾ സൂപ്പർവൈസറി കമ്മിറ്റിയുടെ ആ അവകാശങ്ങളെല്ലാം ഇപ്പോൾ NDSAയിലേക്ക് മാറി. അപ്പോൾ ഗവൺമെന്റ് എന്നുള്ള നിലയിൽ കേന്ദ്ര ഗവൺമെന്റ് ഇക്കാര്യത്തിൽ അവധാനതയോടുകൂടി ഇടപെടാനുള്ള ഒരു അവസരമാണ് കിട്ടിയിരിക്കുന്നത്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഒരു പുതിയ റീ ഓപ്പണിംഗ് ആണ് മുല്ലപ്പെരിയാർ കേസിൽ ഇതുവഴി ഉണ്ടാകുന്നത്. അതായത് ഇന്ന് വരെ ഉണ്ടായിരുന്ന ഒരു ചിത്രമല്ല നാളെ മുതൽ ഉണ്ടാകുന്നത്. കേരള ഗവൺമെന്റിന് ഈ മുല്ലപ്പെരിയാർ വിഷയവുമായി ബന്ധപ്പെട്ട്
നമുക്ക് അനുകൂലമായിട്ടുള്ള സാധൂകരണം കൃത്യമായി മുല്ലപ്പെരിയാറിൽ പുതിയൊരു ഡാം വേണം, അതിനനുസരിച്ചുള്ള പശ്ചാത്തലം ഇതാണ് എന്ന് കേസ് പ്രസന്റ് ചെയ്യാനും അതിനനുസരിച്ച് കേന്ദ്ര സർക്കാരിനെ കൊണ്ട് നടപടി സ്വീകരിപ്പിക്കാനും യുക്തിപരമായ നിഷ്പക്ഷപരമായ ഒരു നടപടി സ്വീകരിക്കാനുമുള്ള ഒരവസരമാണ് ഇതുവഴി കിട്ടിയിരിക്കുന്നത്. സൂപ്പർവൈസറി കമ്മിറ്റിയുടെ ഏകപക്ഷീയമായ അടിച്ചേൽപ്പിക്കലുകൾ ഇനി ഉണ്ടാവത്തില്ല. അപ്പോൾ അതുകൊണ്ട് NDSAയുടെ ഭാഗത്തു നിന്നും അനുകൂലമായ ഒരു തീരുമാനം ഉണ്ടാക്കിയെടുക്കുന്നിടത്താണ് കേരളത്തിന്റെ കഴിവ്. എല്ലാ മാനദണ്ഡങ്ങളും പാലിച്ചാണ് കഞ്ചിക്കോട് ബ്രൂവറി പദ്ധതിക്ക് അനുമതി നൽകിയതെന്ന് മന്ത്രി MP രാജേഷ്. കേന്ദ്ര സർക്കാർ അംഗീകരിച്ച കമ്പനിക്കാണ് ടെൻഡർ നൽകിയത്. എക്സ്ട്രാ ന്യൂട്രൽ ആൽക്കഹോൾ നിർമ്മാണം സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ച മദ്യനയത്തിന്റെ ഭാഗമാണ്. മഴവെള്ള സംഭരണത്തിൽ നിന്നുൾപ്പെടെയുള്ള വെള്ളം പദ്ധതിക്കായി പ്രയോജനപ്പെടുത്തും. ഇപ്പോഴത്തെ പ്രതിപക്ഷ ആരോപണം സ്വാഭാവികമെന്നും മന്ത്രി MP രാജേഷ് തൊടുപുഴയിൽ മാധ്യമങ്ങളോട് പറഞ്ഞു. എക്സ്ട്രാ ന്യൂട്രൽ ആൽക്കഹോൾ കേരളത്തിൽ ഉൽപ്പാദിപ്പിക്കും എന്ന കാര്യം കഴിഞ്ഞ വർഷത്തെ മദ്യനയത്തിൽ പ്രഖ്യാപിച്ച കാര്യമാണ്. കഴിഞ്ഞ വർഷത്തെ മദ്യനയത്തിൽ .24 പാര 24 ഇക്കാര്യം വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. ആ നയത്തിനനുസരിച്ച് നടപടിയിലേക്കാണ് സർക്കാർ കടന്നിട്ടുള്ളത്. മധ്യപ്രദേശ്, ഹരിയാന, അതുപോലെ രാജസ്ഥാൻ ഇവിടെയൊക്കെ കഴിഞ്ഞ എത്രയോ വർഷമായിട്ട് 10-20 വർഷമായി ഈ പ്രവൃത്തിയിൽ ഏർപ്പെട്ടിട്ടുള്ള വളരെ വലിയ അനുഭവ സമ്പത്തുള്ള ഒരു സ്ഥാപനം അപേക്ഷിച്ചു. എല്ലാ പരിശോധനകളും നടത്തി അവർക്ക് എല്ലാ നിയമവും അനുസരിച്ച് ഇത് ആരംഭിക്കുന്നതിനുള്ള പ്രാരംഭാനുമതിയാണ് മന്ത്രിസഭ നൽകിയിട്ടുള്ളത്. മാത്രമല്ല കേന്ദ്ര ഗവൺമെൻറ് ഷോർട്ട് ലിസ്റ്റ് ചെയ്തിട്ടുള്ള സ്ഥാപനവുമാണ്. കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ തന്നെ പ്രഖ്യാപിതമായ ലക്ഷ്യം പെട്രോളിനും ഡീസലിനും 25% വരെ എത്തനോൾ ബ്ലെൻഡിങ് 2025 ആകുമ്പോഴേക്കും കൊണ്ടുവരണം എന്നതാണ്. അപ്പം അതിനു വേണ്ടിയിട്ട് കേന്ദ്ര ഗവൺമെൻറ് തന്നെ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട് ഇത്തരം സ്ഥാപനങ്ങൾ. അവർ ഷോർട്ട് ലിസ്റ്റ് ചെയ്തൊരു കമ്പനിയുമാണ്. റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗ് ഒരു പ്രധാനപ്പെട്ട സോഴ്സായിരിക്കും. പിന്നെ വാട്ടർ അതോറിറ്റിയുമായിട്ട് അവർ വെള്ളം ലഭ്യമാക്കേണ്ട നടപടികൾ സ്വീകരിക്കും. സ്വാഭാവികമാണല്ലോ, പ്രതിവർഷം ഇത്തരം ആക്ഷേപങ്ങളുമായിട്ട് വരുമെന്നുള്ളത് സ്വാഭാവികമല്ലേ. ഇത് ENA ഉൽപ്പാദിപ്പിക്കുന്നതാണ്. കേരളം വലിയ തോതിൽ ENA വലിയ തോതിലല്ല, ഏറെക്കുറെ പൂർണ്ണമായിട്ടും ഇറക്കുമതി ചെയ്യുകയാണ്. കേരളത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയ്ക്ക് പ്രയോജനകരമായിട്ടുള്ള ഒരു നയം മാറ്റം കഴിഞ്ഞ നയത്തിൽ തന്നെ പ്രഖ്യാപിച്ചിരുന്നു. ഇത് നടപ്പാക്കല്ലേ? ഗവൺമെൻറ് പ്രഖ്യാപിച്ച നയം നടപ്പാക്കുന്നതിൽ എന്താണ് പ്രശ്നം? വനനിയമ ഭേദഗതി ബില്ല് സംസ്ഥാന സർക്കാർ പിൻവലിച്ചത് ഐക്യജനാധിപത്യ മുന്നണിയുടെ സമരത്തിന്റെ ഫലമെന്ന് ഇടുക്കി MP ഡീൻ കുര്യാക്കോസ്. സംസ്ഥാന സർക്കാരിന്റെ തീരുമാനം സ്വാഗതാർഹമാണ്. എന്നാൽ ഇക്കാര്യത്തിൽ സർക്കാർ ജനരോക്ഷത്തിന് മുന്നിൽ മുട്ടുമടക്കി. ജനങ്ങളെ വെല്ലുവിളിച്ച് ഒരു നിയമവും അവതരിപ്പിക്കാൻ സാധിക്കില്ല എന്ന് മുഖ്യമന്ത്രിയെ ബോധ്യപ്പെടുത്താൻ ഐക്യജനാധിപത്യ മുന്നണിക്ക് സാധിച്ചു. എന്നാൽ ഇനിയും നിരവധിയായ ഭൂവിഷയങ്ങൾ ജില്ലയിൽ നിലനിൽക്കുന്നതായും MP പറഞ്ഞു. നിങ്ങൾ ആ ജ്ഞാപനം പിൻവലിച്ച ഇടതുപക്ഷ ഗവൺമെന്റ് നല്ല മുഖ്യമന്ത്രി പറയുകയുണ്ടായി, അതിനെ സ്വാഗതം ചെയ്യുന്നു. ഇക്കാര്യത്തിൽ ഗവൺമെന്റ് ജനരോക്ഷത്തിന് മുന്നിൽ മുട്ടുമടക്കിയിരിക്കുന്നു എന്നുള്ളതാണ്. ഐക്യജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിൽ ബഹുമാനായ പ്രതിപക്ഷ നേതാവ് ശ്രീ VD സതീശന്റെ നേതൃത്വത്തിൽ മലയോര പ്രക്ഷോഭ യാത്ര വരുന്ന ദിവസം ആരംഭിക്കാനിരിക്കുകയാണ്. ആ മലയോര പ്രക്ഷോഭ യാത്രയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം വനനിയമം പിൻവലിക്കണമെന്നുള്ളതാണ്. അപ്പോൾ അത് ജാഥ പിൻവലിച്ചപ്പോൾ തന്നെ പിൻവലിക്കാൻ മുഖ്യമന്ത്രി തയ്യാറായിരിക്കും. അപ്പോൾ അത്രത്തോളം മുഖ്യമന്ത്രിക്ക് ഇക്കാര്യത്തിൽ ബോധ്യം വന്നിരിക്കുന്നു. ജനങ്ങൾ എത്രത്തോളം ആശങ്കാകുലരാണെന്നും ജനങ്ങളെ വെല്ലുവിളിച്ചുകൊണ്ട് ഒരു നിയമം ഇവിടെ അവതരിപ്പിക്കാൻ സാധിക്കത്തില്ല എന്നും മുഖ്യമന്ത്രിയെ ബോധ്യപ്പെടുത്താൻ ഐക്യജനാധിപത്യ മുന്നണിക്ക് സാധിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. UDFന്റെ ആ പ്രക്ഷോഭ ജാഥയുടെ പ്രഖ്യാപനത്തിന്റെ വിജയമാണ് ഈ വനനിയമം വിജ്ഞാപനം പിൻവലിച്ചത് എന്ന് അസന്നിഗ്ധമായി പറയാൻ സാധിക്കും. ഇവിടെ വന്യജീവി ആക്രമണം ഉൾപ്പെടെ മലയോര മേഖലയിൽ അധിവസിക്കുന്ന കർഷകരെ സംബന്ധിച്ചിടത്തോളം അതിജീവനത്തിന്റെ പ്രശ്നമാണ്. ഗവൺമെന്റ് യാതൊരു തരത്തിലുമുള്ള നടപടികൾ ആശ്വാസകരമായി കൈക്കൊള്ളുന്നില്ല എന്ന് മാത്രമല്ല, ജനങ്ങളെ വെല്ലുവിളിച്ചുകൊണ്ടാണ് ഈ ഗവൺമെന്റ് മുന്നോട്ട് പോകുന്നത്. വനസംരക്ഷണ ബില്ല് പിൻവലിച്ചത് സർക്കാരിന് വൈകി വന്ന വിവേകമെന്ന് AICC അംഗം EM അഗസ്തി. മലയോര ജനതയ്ക്ക് ഇത്രയും ആശങ്ക വരുത്തിയ സംഭവത്തിൽ ബില്ല് പിൻവലിക്കാൻ സർക്കാർ എന്തിനാണ് ഇത്രയും കാലതാമസം വരുത്തിയതെന്ന് വ്യക്തമല്ല. ജനദ്രോഹപരമായ ഈ ബില്ല് കണ്ടില്ലെന്ന് പറയുന്ന റോഷി അഗസ്റ്റിൻ തനിക്ക് എഴുതാനും വായിക്കാനും അറിയില്ല എന്ന് പറയുന്നതിന് തുല്യമാണ്. ജനങ്ങളുടെയും ഐക്യജനാധിപത്യ മുന്നണിയുടെയും വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെയും സംഘടനകളുടെയും പ്രതിഷേധത്തിന്റെ ഫലമായി ഗത്യന്തരമില്ലാതെ സർക്കാർ ബില്ല് പിൻവലിക്കുകയാണ് ഉണ്ടായതെന്നും അദ്ദേഹം കട്ടപ്പനയിൽ പറഞ്ഞു. പബ്ലിഷ് ചെയ്ത വന സംരക്ഷണ ഭേദഗതി നിയമം പിൻവലിക്കാൻ തീരുമാനിച്ചത് എന്തുകൊണ്ടും സ്വാഗതാർഹമാണ്. വൈകി വന്ന വിവേകം എന്ന് മാത്രമേ ഇക്കാര്യത്തെപ്പറ്റി പറയാനുള്ളൂ. കേരളത്തിലെ വനങ്ങൾ സംരക്ഷിക്കുന്ന പര്യാപ്തമായ നിയമം 1961 മൂലനിയമത്തിലുണ്ട്.
അതിൽ കൂടുതൽ അധികാരങ്ങൾ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാർക്ക് നൽകുന്നത് നിയമത്തെ ദുർവ്യാഖ്യാനം ചെയ്യാനും ഉള്ള സാധ്യതയുണ്ട് എന്ന ഭയപ്പാട് കേരളം മുഴുവൻ പ്രകടിപ്പിച്ചിട്ടുണ്ട്. ആ സമയത്ത് തന്നെ ബില്ല് പിൻവലിക്കുന്നത് നേരത്തെ പ്രഖ്യാപനം നടത്തേണ്ടതായിരുന്നു. എന്തിനാണ് ഇത്രയും കാലതാമസം വരുത്തിയത് എന്ന് മനസ്സിലാവുന്നില്ല. പിന്നെ പറഞ്ഞു നടക്കുന്നു ഈ ബില്ല് ഞങ്ങൾ അറിഞ്ഞില്ല എന്നൊക്കെ ഒരു പാർട്ടി പറയുന്നുണ്ട്. അവരിപ്പോൾ പറയുന്നത് ഞങ്ങളുടെ ഇടപെടൽ കൊണ്ടാണ് ബില്ല് പിൻവലിച്ചതെന്നാണ്. പ്രത്യേകിച്ച് കേരള കോൺഗ്രസ് എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടി, അവരുടെ പ്രതിനിധിയായി ക്യാബിനറ്റിലുള്ള ശ്രീ റോഷി അഗസ്റ്റിനെ എഴുതാനും വായിക്കാനും അറിയത്തില്ല എന്ന് പറയുന്നതിന് തുല്യമാണ് ഞങ്ങൾ ബില്ല് കണ്ടിട്ടില്ല എന്ന് പറയുന്നത്. സഹകരണ മേഖലയെ സംബന്ധിച്ച് ആശങ്കപ്പെടേണ്ട കാര്യമില്ലെന്ന് ജലവിഭവ ഉപമന്ത്രി റോഷി അഗസ്റ്റിൻ. ഇരട്ടയാർ സർവീസ് സഹകരണ ബാങ്കിന്റെ സായാഹ്ന ശാഖ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. തകർച്ച നേരിട്ട സഹകരണ സ്ഥാപനങ്ങളെ സംരക്ഷിക്കുന്നതിനായി സർക്കാർ തന്നെ പുതിയ സ്കീമുകൾ ആരംഭിച്ചിട്ടുണ്ടെന്നും മന്ത്രി പറഞ്ഞു. സഹകരണ മേഖല നാടിന്റെ നട്ടെല്ലാണ്. അതിന് കോട്ടം സംഭവിച്ചാൽ സാധാരണക്കാരായ കർഷകരെയും നാടിന്റെ വികസനത്തെയും ബാധിക്കും. സഹകരണ മേഖലയെ സംരക്ഷിക്കുന്നതിനാണ് സർക്കാർ പുതിയ സഹകരണ നിയമം നടപ്പിലാക്കിയതെന്നും മന്ത്രി റോഷി അഗസ്റ്റിൻ പറഞ്ഞു. 25 ലക്ഷം രൂപ നമുക്ക് വർഷം മറ്റിതര വരുമാനത്തിൽ നിന്ന് കൂടി ലഭിക്കാൻ കഴിയുന്ന തുക കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് ഡിവിഡൻഡ് കൊടുക്കാൻ കഴിയുന്ന ഒരു സ്ഥിതിയിലേക്ക് ഈ ബാങ്കിന്റെ വളർച്ച എത്തി എന്നുള്ളതാണ് അതിലേറ്റവും പ്രധാനപ്പെട്ടത്. ഡിപ്പോസിറ്റ് വർദ്ധിച്ചു വരുന്നു. മണിയാശാൻ സൂചിപ്പിച്ചല്ലോ, ചില ബാങ്കുകൾ എവിടെയെങ്കിലും എന്തെങ്കിലും ചെറിയ പ്രശ്നങ്ങൾ രൂപപ്പെട്ടാൽ അതെല്ലാവരെയും ബാധിക്കുന്ന പ്രശ്നമാണെന്ന് ചിന്തിക്കേണ്ടതില്ല. അതിനൊക്കെതിരെ നടപടി ഉണ്ടായിട്ടുണ്ട്. സ്വാഭാവികമായി എന്തെങ്കിലും തകർച്ച നേരിട്ട സഹകരണ സ്ഥാപനങ്ങളെ സംരക്ഷിക്കുന്നതിന് ഗവൺമെൻറ് തന്നെ ചില സ്കീമുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് സഹകരണ മേഖലയിലെ നിക്ഷേപത്തെ സംബന്ധിച്ചിടത്തോളം ആക്ഷേപം ഉണ്ടാകേണ്ടതില്ലെന്ന് മാത്രമല്ല, ഗവൺമെൻറ് ഗ്യാരണ്ടി സ്കീം തന്നെ കൊണ്ടുവന്ന് നിലനിർത്താനുള്ള നടപടികളുമായി പോകുന്ന ഒരു മേഖലയാണ്. നമ്മൾ രാജ്യത്തിൽ തന്നെ മാതൃക. ഇത്രയും വലിയ സഹകരണ മേഖല ഒരുപക്ഷെ രാജ്യത്ത് വരെ ഉണ്ടാവില്ല. ആ നിലയിൽ ഈ മേഖലയെല്ലാം പിടിച്ചു കുലുക്കി തീർത്ത് കളയാൻ ചില നിലപാടുകൾ എടുത്ത സന്ദർഭത്തിൽ പോലും കേരളത്തിലെ സർക്കാരുകൾ ഒരുമിച്ച് നിന്ന് മുന്നേറിയ രംഗമാണ് നമ്മൾ കണ്ടത്. ഉദ്ഘാടന സമ്മേളനത്തിൽ ഉടുമ്പൻചോല MLA M. M. മണി അധ്യക്ഷനായിരുന്നു. ബാങ്കിലെ അംഗങ്ങളുടെ മക്കളിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയവരെ കേരള കാർഷിക കടാശ്വാസ കമ്മീഷൻ അംഗം ജോസ് പാലത്തിനാൽ ഉപഹാരം നൽകി അനുമോദിച്ചു. സംസ്ഥാന ദേശീയ കായിക മത്സരങ്ങളിലും സഹകരണ വാരാഘോഷത്തിൽ പങ്കെടുത്ത് സമ്മാനം നേടിയവർക്കും ഉടുമ്പൻചോല അസിസ്റ്റന്റ് രജിസ്ട്രാർ ജനറൽ മോൻസി ജേക്കബ് ക്യാഷ് അവാർഡുകൾ നൽകി. തീർച്ചയായിട്ടും അത് ഏറ്റുവാങ്ങുമ്പോൾ മോൻസി സാറിന് സന്തോഷമുണ്ട്. കേരളത്തിലെ മികച്ച ഹരിതകർമ്മസേനയായ ഇരട്ടയാറിലെ ഹരിതകർമ്മസേനയെ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആനന്ദ് സുനിൽകുമാർ ആദരിച്ചു. സായന ശാഖയുടെ ആദ്യ നിക്ഷേപം ബ്ലോക്ക് പഞ്ചായത്ത് അംഗവും ബാങ്കിന്റെ മുൻ പ്രസിഡന്റുമായ ജോസ് കറിയ കണ്ണമുണ്ടയിൽ നിന്നും MLA M. M. മണി ഏറ്റുവാങ്ങി. യോഗത്തിൽ ബാങ്ക് പ്രസിഡന്റ് ജിൻസൺ വർക്കി, പുളിയാങ്കുന്നേൽ ജോയ് ജോർജ്, സാബു മണിമരക്കുന്നേൽ, ജീനമ്മ ബേബി, ജിഷ ഷാജി, ജോസുകുട്ടി അരിപ്പറമ്പിൽ, ഷാജി മടത്തുമുറി തുടങ്ങിയവർ സംസാരിച്ചു. വാനരശല്യത്താൽ പൊറുതിമുട്ടിയ അടിമാലി ഗ്രാമപഞ്ചായത്തിലെ 10ാം വാർഡിലെ ഒരുപറ്റം കുടുംബങ്ങൾ. അടിമാലിക്കും കൂമ്പൻപാറയ്ക്കുമിടയിൽ ടെക്നിക്കൽ ഹൈസ്കൂളിന് സമീപത്തുള്ള ഒരുപറ്റം കുടുംബങ്ങളാണ് വാനരശല്യത്താൽ പ്രതിസന്ധിയിലായിട്ടുള്ളത്. കൂട്ടത്തോടെ ജനവാസ മേഖലയിലേക്ക് എത്തുന്ന വാനരന്മാർ വീട് പോലും കൈയടക്കുന്ന സ്ഥിതിയാണ് ഉള്ളത്. അടിമാലിക്കും കൂമ്പൻപാറയ്ക്കുമിടയിൽ ടെക്നിക്കൽ ഹൈസ്കൂളിന് സമീപമുള്ള ഒരുപറ്റം കുടുംബങ്ങളാണ് വാനരശല്യത്താൽ പൊറുതിമുട്ടിക്കഴിയുന്നത്. നേരം പുലരുന്നതോടെ കൂട്ടത്തോടെ വാനരന്മാർ ജനവാസ മേഖലയിലേക്ക് എത്തും. കാപ്പി, കൊക്കോ, തെങ്ങ്, ജാതി, ഏലം തുടങ്ങി മൂപ്പെത്തിയതും മൂപ്പെത്താത്തതുമായ കൃഷിവിളകൾ ആകെ നശിപ്പിക്കും. പ്ലാവിലും മാവിലുമെല്ലാം കായ്ഫലം ഉണ്ടായി തുടങ്ങിയതോടെ ശല്യമേറി. വാനരശല്യം പറഞ്ഞറിയിക്കാനാകാത്ത വിധമെന്നും വലിയ പ്രതിസന്ധിയാണ് വാനരന്മാർ തങ്ങൾക്കുണ്ടാക്കുന്നതെന്നും കുടുംബങ്ങൾ പറയുന്നു. ഇത് നമ്മുടെ സ്ഥലം ഈ കൂമ്പാറ ടെക്നിക്കൽ സ്കൂളിൻ്റെ അടുത്താണ്. ഇവിടെ കുരങ്ങ് ശല്യം കൊണ്ട് ജനജീവിതം ആകെപ്പാടെ ദുഷ്കരമായിട്ടിരിക്കുകയാണ്. കുരങ്ങ് വരുന്ന ഒരു 250-300 കുരങ്ങുകൾ കൂട്ടമായിട്ട് വരികയും നമ്മൾ ഓടിക്കാൻ ശ്രമിച്ചാൽ നമ്മളെ ആക്രമിക്കാൻ വരുന്ന ഒരു സിറ്റുവേഷനിലാണ് ഇവിടുത്തെ അവസ്ഥ. നമ്മൾ ഓടിക്കാൻ വേണ്ടി ശ്രമിച്ചു നോക്കും, പക്ഷേ കുരങ്ങുകൾ ഓടാൻ തയ്യാറില്ല. എല്ലാം നമ്മളെ പേടിപ്പിക്കുന്ന അവസ്ഥയിലാണ്. ഒരു സാധനം നമുക്ക് കൃഷിയായിട്ട് ഉപയോഗിക്കുമ്പോൾ ഇവിടെയുള്ള കാപ്പിക്കുരു, ജാതിക്ക, മറ്റേ
കൊക്കോക്ക അങ്ങനെയുള്ള ഐറ്റംസ് എല്ലാം ഈ കുരങ്ങുകൾ തിന്ന് നശിപ്പിക്കുക. തേങ്ങ വരെ പൊതിച്ച് തിന്നു പോകുന്ന ഒരവസ്ഥയിലേക്ക് വന്നിരിക്കുകയാണ്. ഇതിനെപ്പറ്റി നമ്മൾ പരാതിയൊന്നും കൊടുത്തിട്ടില്ല. പരാതി കൊടുത്തിട്ടും പ്രയോജനമില്ല. നമ്മൾ സംരക്ഷിക്കാൻ ആരുമില്ലല്ലോ. അങ്ങനത്തെ അവസ്ഥയിൽ രൂക്ഷമായ അവസ്ഥയാണ്. രാവിലെ കൃഷിയിടങ്ങളിൽ എത്തുന്ന വാനരപ്പട വൈകുന്നേരത്തോടെ മാത്രമേ മടങ്ങൂ. ആളുകളെ കണ്ട തെല്ലും ഭയമില്ലാതായി മാറിയതോടെ തുരത്താൻ ശ്രമിച്ചാലും രക്ഷയില്ലെന്ന് പ്രദേശവാസികൾ പറയുന്നു. ചില സമയങ്ങളിൽ വാനരന്മാർ ആക്രമണ സ്വഭാവവും പുറത്തെടുക്കുന്നു. വാനരശല്യം മൂലം കൃഷി മുന്നോട്ട് കൊണ്ടുപോകുക ഇവിടെ അസാധ്യമായി കഴിഞ്ഞു. വലിയ നഷ്ടമാണ് ദിവസവും വാനരപ്പട ഉണ്ടാക്കുന്നത്. വീടുകൾക്ക് മുകളിലൂടെയും മറ്റും കൂട്ടത്തോടെ കയറിയിറങ്ങുന്ന വാനരന്മാർ വീട് തന്നെ കൈയടക്കുന്ന സ്ഥിതിയാണുള്ളത്. കൃഷിയിടങ്ങളിൽ നിന്നും വീട്ടുപരിസരത്തു നിന്നും വാനരന്മാരെ എങ്ങനെ തുരുത്തുമെന്നറിയാതെ വലിയുകയാണ് പ്രദേശവാസികൾ. കട്ടപ്പന തുണ്ടത്തിലേട്ട് TS ബേബി അന്തരിച്ചു. കട്ടപ്പന അർബൻ ബാങ്ക് പ്രസിഡന്റ്, കോൺഗ്രസ് ഇടുക്കി ബ്ലോക്ക് പ്രസിഡന്റ്, DCC ജനറൽ സെക്രട്ടറി, താലൂക്ക് ലൈബ്രറി കൗൺസിൽ പ്രസിഡന്റ്, റെഡ് ക്രോസ് ജില്ലാ ചെയർമാൻ എന്നീ നിലകളിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. കട്ടപ്പന സെന്റ് ജോർജ് സ്കൂളിലെ അധ്യാപകനായിരുന്നു. അസുഖബാധിതനായി ചികിത്സയിലിരിക്കെയാണ് മരണം. സംസ്കാരം 18-ാം തീയതി ശനിയാഴ്ച 2:30 കട്ടപ്പന സെന്റ് ജോർജ് ഫൊറോന ദേവാലയ സെമിത്തേരിയിൽ നടക്കും. റോഡ് മുറിച്ചു കടക്കുന്നതിനിടെ അമിത വേഗതയിലെത്തിയ കാറിടിച്ച് ഗൃഹനാഥന് ഗുരുതര പരിക്ക്. അയ്യപ്പൻകോവിൽ പരപ്പിലാണ് അപകടം നടന്നത്. റിട്ടയർഡ് ആരോഗ്യവകുപ്പ് ജീവനക്കാരൻ പരപ്പ് പുത്തൻപുരയിൽ PK രാജനാണ് ഗുരുതരമായി പരിക്കേറ്റത്. ഇദ്ദേഹത്തെ കോട്ടയം കാരിത്താസ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കട്ടപ്പന കുട്ടിക്കാനം മലയോര ഹൈവേയിൽ പരപ്പ് പെട്രോൾ പമ്പിന് സമീപമാണ് അപകടമുണ്ടായത്. വിവാഹ ചടങ്ങിൽ പങ്കെടുത്ത ശേഷം വീടിന് സമീപം വന്നിറങ്ങിയ രാജൻ റോഡ് മുറിച്ചു കടക്കുന്നതിനിടെയാണ് അപകടമുണ്ടായത്. റോഡ് മുറിച്ചു കടക്കുന്നതിനിടെ അമിത വേഗതയിലെത്തിയ കാർ ഇദ്ദേഹത്തെ ഇടിച്ചു തെറിപ്പിക്കുകയായിരുന്നു. ഇടിയുടെ ആഘാതത്തിൽ മുകളിലേക്ക് ഉയർന്നു പൊങ്ങിയ ശേഷം ഇദ്ദേഹം കാറിന്റെ മുൻവശത്തെ ഗ്ലാസിൽ വന്ന് വീഴുകയായിരുന്നു. പിന്നീട് റോഡിലേക്ക് വീണതാണ് ഗുരുതരമായി പരിക്കേൽക്കാൻ കാരണം. വീഴ്ചയിൽ കാറിന്റെ ചില്ല് തകർന്നു. ഉടൻ തന്നെ നാട്ടുകാർ രാജനെ മാട്ടുകെട്ട വേളാങ്കണ്ണി മെഡിക്കൽ ട്രസ്റ്റ് ആശുപത്രിയിൽ എത്തിച്ച പ്രാഥമിക ചികിത്സ നൽകിയ ശേഷം വിദഗ്ധ ചികിത്സയ്ക്കായി കോട്ടയം കാരിത്താസ് ആശുപത്രിയിലേക്ക് മാറ്റി. തൂക്കുപാലം സ്വദേശികളുടേതാണ് അപകടത്തിൽപ്പെട്ട കാർ. ഉപ്പുതറ പോലീസ് സംഭവത്തിൽ കേസെടുത്തു. ഉടുമ്പൻചോലയിൽ പിതാവിനെ കൊലപ്പെടുത്തിയ മകൻ അറസ്റ്റിൽ. മധ്യപ്രദേശ് സ്വദേശിയായ ഭഗവത് സിംഗിനെയാണ് മകൻ രാകേഷ് മർദ്ദിച്ചു കൊലപ്പെടുത്തിയത്. സംഭവത്തിന് ശേഷം ഒളിവിൽ പോയ രാകേഷിനെ രാജകുമാരിയിൽ നിന്നുമാണ് പോലീസ് പിടികൂടിയത്. ഉടുമ്പൻചോല ശാന്തരിവിയിലെ ഏലത്തോട്ടത്തിലെ തൊഴിലാളികളായിരുന്നു ഭഗത് സിംഗും മകൻ രാകേഷും. 12-ാം തീയതി ഞായറാഴ്ച മദ്യപാനത്തെ തുടർന്ന് ഇവർ തമ്മിൽ വാക്കേറ്റം ഉണ്ടാവുകയും രാകേഷ് പിതാവിനെ ക്രൂരമായി മർദ്ദിക്കുകയുമായിരുന്നു. പിന്നീട് ഇയാൾ ബോധരഹിതനായി വീട്ടിൽ കിടക്കുകയാണെന്ന് രാകേഷ് അയൽവാസികളെ അറിയിച്ചു. തുടർന്ന് നാട്ടുകാരാണ് ഭഗത് സിംഗിനെ ആശുപത്രിയിൽ എത്തിച്ചത്. ആശുപത്രിയിൽ എത്തുന്നതിന് മുൻപ് തന്നെ മരണം സംഭവിച്ചിരുന്നു. മർദ്ദനത്തെ തുടർന്ന് ഭഗത് സിംഗിന്റെ വാരിയലിന് പൊട്ടലുണ്ടാവുകയും ഹൃദയാഘാതം സംഭവിക്കുകയുമായിരുന്നു. സംഭവത്തെ തുടർന്ന് രാകേഷ് ഒളിവിൽ പോയി. ടവർ ലൊക്കേഷൻ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിൽ രാജകുമാരി ഖജനാപ്പാറ മേഖലയിൽ നിന്നും ഇയാളെ പിടികൂടുകയായിരുന്നു. തെളിവെടുപ്പ് പൂർത്തിയാക്കിയ ശേഷം കോടതിയിൽ ഹാജരാക്കിയ പ്രതി റിമാൻഡ് ചെയ്തു. തൊഴിൽ രഹിതരുടെയും അഭ്യസ്തവിദ്യരുടെയും അഭയകേന്ദ്രമായി കരുതപ്പെടുന്ന എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചുകളെ നോക്കുകുത്തികളായി മാറ്റരുതെന്നാവശ്യപ്പെട്ട് AIYF ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കട്ടപ്പന പള്ളിക്കവലയിലുള്ള ജില്ലാ എംപ്ലോയ്മെന്റ് ഓഫീസിലേക്ക് മാർച്ച് നടത്തി. AISF സംസ്ഥാന പ്രസിഡന്റ് RS രാഹുൽ രാജ് ഉദ്ഘാടനം ചെയ്തു. എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് നിയമനങ്ങൾ ത്വരിതപ്പെടുത്തുക, കരാർ നിയമങ്ങൾ അവസാനിപ്പിക്കുക, ഒഴിവുകൾ യഥാസമയം റിപ്പോർട്ട് ചെയ്യുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് AIYF എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് ഓഫീസിലേക്ക് മാർച്ച് നടത്തിയത്. തൊഴിൽ രഹിതരായിരുന്ന ചെറുപ്പക്കാർക്ക് എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് വഴിയും PSC വഴിയും ഏറ്റവും കൂടുതലായി തൊഴിൽ നൽകിയ സർക്കാരിന് കീഴിൽ തന്നെയാണ് കരാർ നിയമനങ്ങൾ നടക്കുന്നു എന്നത് ആശ്ചര്യം ജനിപ്പിക്കുന്ന കാര്യമാണ്. ഇതുമൂലം എംപ്ലോയ്മെന്റുകളിൽ പേര് നൽകി കാത്തിരിക്കുന്നവരുടെ ഭാവി ജീവിതം ഇരുളടയുകയാണെന്നും സമരം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് AISF സംസ്ഥാന പ്രസിഡന്റ് RS രാഹുൽ രാജ് പറഞ്ഞു. ഈ കാലഘട്ടത്തിൽ കരാർ നിയമനങ്ങൾക്കെതിരെ രാജ്യത്ത് നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് രാജ്യത്തെ ഏറ്റവും വലിയ, ലോകത്തിലെ തന്നെ ഏറ്റവും മാതൃകയായിട്ടുള്ള വലിയ പൊതുമേഖലാ സ്ഥാപനമായ റെയിൽവേയിൽ ഉൾപ്പെടെ കരാർ നിയമനങ്ങൾ നടത്തുമ്പോൾ രാജ്യത്തിന്റെ UPSC വഴി, RRB വഴി ഉൾപ്പെടെയുള്ള, റെയിൽവേ വഴി ഉൾപ്പെടെയുള്ള നിരവധി കേന്ദ്ര ഗവൺമെന്റ് ഉദ്യോഗ സംവിധാനങ്ങളിൽ നിയമനങ്ങൾ നടത്താതെ അവിടെയെല്ലാം കരാർ നിയമനങ്ങൾ നടത്തുമ്പോൾ രാജ്യത്ത് അതിനെതിരെ അതിശക്തമായി പ്രവർത്തിക്കുന്ന, അതിശക്തമായി പ്രതിഷേധിക്കുന്ന, അതിശക്തമായി പ്രതിരോധിക്കുന്ന AIYF കൂടി നടത്തിയ പോരാട്ടങ്ങളുടെ ഭാഗമായി അധികാരത്തിലേറിയ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഭരിക്കുന്ന കേരളത്തിലും എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചുകളെ വെട്ടിക്കുറച്ചുകൊണ്ട് സമാനമായിട്ടുള്ള പ്രവർത്തനങ്ങളാണ് സംസ്ഥാന ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്നുണ്ടാകുന്നത് എങ്കിൽ
അതിനെ ഒരു കാരണവശാലും AIYF അംഗീകരിക്കില്ല എന്നാണ് ഈ സമരവുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ യുവാക്കളോടും യുവതികളോടും AIYFന് ഉറപ്പു പറയുവാനായിട്ടുള്ളത്. AIYF ജില്ലാ പ്രസിഡന്റ് ആനന്ദ് സുനിൽകുമാർ അധ്യക്ഷനായിരുന്നു. സംസ്ഥാന കമ്മിറ്റി അംഗം സനീഷ് മോഹനൻ, AIYF ജില്ലാ സെക്രട്ടറി KG ജോയിസ്, AIYF മുൻ ദേശീയ കൗൺസിൽ അംഗം പ്രിൻസ് മാത്യു, കട്ടപ്പന മണ്ഡലം സെക്രട്ടറി VT ഷാൻ, AISF ജില്ലാ ജോയിന്റ് സെക്രട്ടറി അഡ്വക്കേറ്റ് ഡെൽവിൻ വർഗീസ് തുടങ്ങിയവർ സംസാരിച്ചു. നിരവധി ആളുകൾ പ്രതിഷേധത്തിന്റെ ഭാഗമായി. വർഷങ്ങളായി തകർന്ന് സഞ്ചാരയോഗ്യമല്ലാതെ കിടക്കുന്ന വണ്ടിപ്പെരിയാർ മ്ലാമല തേങ്ങാക്കൽ റോഡിന്റെ 7 കിലോമീറ്റർ ഭാഗത്തെ നിർമ്മാണം ഉടൻ ആരംഭിക്കുമെന്ന് പീരുമേട് MLA വാഴൂർ സോമൻ. റോഡിന്റെ നിർമ്മാണ ഉദ്ഘാടനം 27-ന് നടക്കുമെന്നും MLA അറിയിച്ചു. വർഷങ്ങളായി തകർന്ന് കാൽനട യാത്ര പോലും ദുഷ്കരമായ വണ്ടിപ്പെരിയാർ മ്ലാമല തേങ്ങാക്കൽ റോഡിന്റെ പശുമല ഷെഡ് മുതലുള്ള 7 കിലോമീറ്റർ ദൂരത്തെ നിർമ്മാണമാണ് ആരംഭിക്കുന്നത്. ഇതിനായി പൊതുമരാമത്ത് വകുപ്പ് അനുവദിച്ച 3,85 ലക്ഷം രൂപ വിനിയോഗിച്ചാണ് നടപടിക്രമങ്ങൾ പുരോഗമിക്കുന്നത്. റോഡ് നിർമ്മാണത്തിനുള്ള എസ്റ്റിമേറ്റ് തയ്യാറായതോടെ പൊതുമരാമത്ത് വകുപ്പ് ഉദ്യോഗസ്ഥർ പീരുമേട് MLA വാഴൂർ സോമന്റെ സാന്നിധ്യത്തിൽ നിർമ്മാണം നടത്തേണ്ട ഭാഗങ്ങൾ സന്ദർശിച്ചു. റോഡിന്റെ നിർമ്മാണോദ്ഘാടനം 27-ന് നടക്കുമെന്നും തേങ്ങാക്കൽ റോഡിന്റെ ബാക്കി വരുന്ന തകർന്ന ഭാഗങ്ങളുടെ നിർമ്മാണവും കാലതാമസം കൂടാതെ ആരംഭിക്കാൻ കഴിയുമെന്നും MLA പറഞ്ഞു. നമ്മുടെ ഹൈറേഞ്ചിന്റെ മുഖച്ഛായ മാറ്റുവാൻ പര്യാപ്തമായ റോഡിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. കാഞ്ഞാറിൽ നിന്ന് ആരംഭിച്ച് എടാട് വഴി പുള്ളിക്കാനത്തെത്തി അവിടെ നിന്നും ഉളുപ്പൂണി വഴി വട്ടപ്പതാലിലെത്തുന്നു. വട്ടപ്പതാലിൽ നിന്ന് കൈതപ്പതാലിൽ നിന്ന് ചീന്തറ റോഡിലേക്ക് പ്രവേശിച്ച് ഏലപ്പാറ എത്തി. ഏലപ്പാറയിൽ നിന്നും കോഴിക്കാനം വഴി തേങ്ങാക്കൽ ഭാഗത്തെത്തുന്ന റോഡിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങളാണ് ആരംഭിച്ചിട്ടുള്ളത്. തേങ്ങാക്കല്ലിൽ നിന്നും നേരെ ഈ റോഡ് ശബരിമലയിൽ എത്തിച്ചേരുകയാണ്. ശബരിമല സത്രം എയർ സ്ട്രിപ്പിലേക്കും അതേപോലെ തന്നെ സന്നിധാനത്തേക്കും പോകേണ്ട ആളുകൾക്ക് എളുപ്പ വഴിയിൽ പോകാൻ പറ്റുന്ന ഒരു പാതയാണ് ഇത്. ഏതാണ്ട് 110 കിലോമീറ്റർ ദൈർഘ്യം വരുന്ന ഈ പാതയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ 3 റീച്ചിലായിട്ടാണ് ഇപ്പോൾ നടക്കുന്നത്. അതിലാദ്യത്തെ റീച്ചിൻ്റെ പ്രവർത്തനങ്ങൾ നടന്നു കഴിഞ്ഞു. അതോടൊപ്പം തന്നെ ഇപ്പോൾ രണ്ടാമത്തെ റീച്ചിൻ്റെ പ്രവർത്തനം വരുന്ന 27-ാം തീയതി രാവിലെ 10 മണിക്ക് മ്ലാമല നാലുകണ്ടത്തിൽ വെച്ച് നടക്കുകയാണ്. അതോടൊപ്പം തന്നെ ഇനി വട്ടപ്പതാൽ കൈതപ്പതാൽ പ്രദേശത്തെ പ്രവർത്തനം നടക്കുന്നുണ്ട്. കൂടാതെ ഈ റോഡ് പൊതുവിൽ ഗതാഗത യോഗ്യമാക്കുവാനുള്ള എല്ലാ നടപടികളും സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ആത്മാർത്ഥമായിട്ട് നടക്കുന്നുണ്ട്. ബഹുമാനപ്പെട്ട PWD മന്ത്രിയും ബഹുമാനപ്പെട്ട മുൻ ദേവസ്വം മന്ത്രിയുമാണ് നമുക്ക് ഈ ഫണ്ട് അനുവദിക്കുന്ന കാര്യത്തിൽ താല്പര്യപൂർവ്വം ഇടപെട്ടത്. പീരുമേട് MLA വാഴൂർ സോമനൊപ്പം PWD അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ കുര്യൻ C. ജോർജ്, അസിസ്റ്റന്റ് എഞ്ചിനീയർമാരായ ഹേമന്ത് കുമാർ, സിജോ ജോസ് ജെയിംസ്, ഓവർസിയർമാരായ ജയേഷ്, ജാസ്മിൻ തുടങ്ങിയവരും സ്ഥലം സന്ദർശിച്ചു. കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതി ഇടുക്കി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചെറുതോണിയിൽ സമരപ്രഖ്യാപന കൺവെൻഷനും പ്രകടനവും നടത്തി. കൺവെൻഷൻ വ്യാപാരി വ്യവസായ ഏകോപന സമിതി സംസ്ഥാന പ്രസിഡന്റ് രാജു അപ്സര ഉദ്ഘാടനം ചെയ്തു. ചെറുകിട വ്യാപാരികളെ ഇല്ലാതാക്കുന്ന കുത്തകവൽക്കരണത്തിനെതിരെയും കെട്ടിട വാടക ഇനത്തിൽ GST ഏർപ്പെടുത്തിയതിനെതിരെയും ഫെബ്രുവരി 18 നടക്കുന്ന പാർലമെന്റ് മാർച്ചിന് മുന്നോടിയായാണ് വ്യാപാരി വ്യവസായി ഏകോപന സമിതി ഇടുക്കി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സമരപ്രഖ്യാപന കൺവെൻഷൻ നടത്തിയത്. ചെറുതോണി ഫെഡറൽ ബാങ്ക് ജംഗ്ഷനിൽ നിന്നും ആരംഭിച്ച പ്രകടനം ടൗൺ ചുറ്റി ടൗൺ ഹാളിൽ സമാപിച്ചു. തുടർന്ന് നടന്ന പൊതുസമ്മേളനത്തിൽ വ്യാപാരി വ്യവസായി ഏകോപന സമിതി ഇടുക്കി ജില്ലാ പ്രസിഡന്റ് സണ്ണി പൈമ്പള്ളി അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന പ്രസിഡന്റ് രാജു അപ്സര കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു. വിദേശ കമ്പനികളുടെ കോർപ്പറേറ്റ് നികുതിയുടെ ഈ ബഡ്ജറ്റ് വിദേശ കമ്പനികളുടെ കോർപ്പറേറ്റ് നികുതി 40-30% വഴി 2 ലക്ഷം കോടി രൂപയാണ് ഈ ബഡ്ജറ്റിൽ ഉണ്ടാക്കുക. 2 ലക്ഷം കോടി രൂപ. എന്തായിരുന്നു ഉദ്ദേശം? ഇത് അവസാനിപ്പിക്കണം. നാം ഇങ്ങനെ മുന്നോട്ട് പോയാൽ ഓരോ നിയമങ്ങളും രാജ്യത്ത് നമ്മുടെ വ്യാപാര മേഖല തകർക്കുന്ന തരത്തിലുള്ള ടാക്സ് ഇനത്തിൽ, ഇൻകം ടാക്സ് ഇനത്തിൽ, കോർപ്പറേറ്റുകളിൽ വാരിക്കൂലി സഹായത്തിൽ പല കരിനിയമങ്ങളും ചെറുകിട വ്യാപാര മേഖല നിലനിൽപ്പിനെ ബാധിക്കുന്നതിന് കൊണ്ടുവരുന്നു. കഴിഞ്ഞ നരേന്ദ്രമോദിയുടെ കഴിഞ്ഞ ഗവൺമെന്റ് പാർലമെന്റിൽ പാസാക്കിയ വാടക നിയമം നമ്മുടെ വ്യാപാര സ്ഥാപനങ്ങളിൽ നിന്ന് എപ്പോൾ വേണമെങ്കിലും ജനങ്ങളിൽ ഇറക്കിവിടാം എന്നൊരു നിയമമാണ്. സംസ്ഥാന സെക്രട്ടറി ദേവസ്യ മേച്ചേരി മുഖ്യപ്രഭാഷണം നടത്തി. സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് കുഞ്ഞാവു ഹാജി കാരുണ്യം പദ്ധതി തുക വിതരണം ചെയ്തു. നജീബ് ഇല്ലത്തുപറമ്പിൽ, സംസ്ഥാന വൈസ് പ്രസിഡന്റ് MK തോമസ് കുട്ടി, ഡയസ് ജോസഫ്, KR വിനോദ് തുടങ്ങിയവർ സംസാരിച്ചു.
നിരവധി വ്യാപാരികൾ കൺവെൻഷനിൽ പങ്കെടുത്തു. സംസ്ഥാന ജീവനക്കാരും അധ്യാപകരും 22-ന് നടത്തുന്ന പണിമുടക്കിന് മുന്നോടിയായി നടത്തിവന്ന കിഴക്കൻ മേഖലാ ജാഥ കട്ടപ്പനയിൽ സമാപിച്ചു. CPI ജില്ലാ കൗൺസിൽ അംഗം VR ശശി ഉദ്ഘാടനം ചെയ്തു. ജോയിന്റ് കൗൺസിൽ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം R രമേശ് ക്യാപ്റ്റനും AKSTU ജില്ലാ സെക്രട്ടറി T ഈശ്വരൻ വൈസ് ക്യാപ്റ്റനും ജോയിന്റ് കൗൺസിൽ ജില്ലാ പ്രസിഡന്റ് KS രാകേഷ് മാനേജരുമായിട്ടുള്ള ജാഥയാണ് കട്ടപ്പനയിൽ എത്തിയത്. 12ാം ശമ്പള പരിഷ്കരണ നടപടികൾ ആരംഭിക്കുക, ക്ഷാമബത്ത ശമ്പള പരിഷ്കരണ കുടിശ്ശികകൾ പൂർണ്ണമായും അനുവദിക്കുക, ലീവ് സറണ്ടർ മരവിപ്പിച്ച നടപടി പിൻവലിക്കുക, മെഡിസെപ് സർക്കാർ ഏറ്റെടുക്കുക, കേന്ദ്ര സർക്കാരിന്റെ കേരളത്തോടുള്ള സാമ്പത്തിക വിവേചനം അവസാനിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സർക്കാർ ജീവനക്കാർ സംസ്ഥാന വ്യാപകമായി പണിമുടക്കുന്നത്. CPI ജില്ലാ കൗൺസിൽ അംഗം VR ശശി ഉദ്ഘാടനം ചെയ്തു. കേരളത്തിലെ മുഴുവൻ സർക്കാർ ഓഫീസുകളും നിശ്ചലമാക്കിക്കൊണ്ട് അതിനെ തടയുവാൻ വരുന്ന ആളുകൾ ഒന്ന് ചിന്തിക്കണം, അതിനെ തള്ളിപ്പറയുന്ന ആളുകൾ ഒന്ന് ചിന്തിക്കണം. ഇവർ മുന്നോട്ട് വെക്കുന്ന മുദ്രാവാക്യം ഈ കേരളത്തിലെ സർക്കാർ ജീവനക്കാരായ എനിക്കും എന്റെ സഹപ്രവർത്തകർക്കും എല്ലാവർക്കും വേണ്ടിയാണ് എന്ന് അവർ ഒന്ന് ചിന്തിക്കണം എന്ന് മാത്രമാണ് ഈ അവസരത്തിൽ പറയുവാനുള്ളത്. അതുകൊണ്ട് ഞാൻ സൂചിപ്പിക്കുന്നു, കേരളത്തിലെ ഫോഴ്സിൽ പെടുന്ന പോലീസിന്റെയും ഫോറസ്റ്റിന്റെയും എക്സൈസിന്റെയും ബഹുമാനപ്പെട്ട ജുഡീഷ്യറി അടക്കമുള്ള മേഖലകളിൽ ജോലി ചെയ്യുന്ന പ്രിയപ്പെട്ടവരടക്കം 6 ലക്ഷത്തോളം വരുന്ന സർക്കാർ ജീവനക്കാരുടെ ഈ പെൻഷൻ സംവിധാനത്തെ കാത്തുസൂക്ഷിക്കുവാൻ പങ്കാളിത്ത പെൻഷൻ പൂർണ്ണമായും പിൻവലിച്ചുകൊണ്ട് സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻ സംവിധാനം കേരളത്തിൽ നടപ്പിലാക്കണം. നേരത്തെ ഉണ്ടായിരുന്ന അത് ആ സ്റ്റാറ്റസ് കോ കേരളത്തിൽ തുടരുന്നതിനാവശ്യമായ നയസമീപനം കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെന്റ് പ്രഖ്യാപിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ഞങ്ങളുടെ മുദ്രാവാക്യത്തിന് പിന്നിൽ കേരളത്തിലെ ജീവനക്കാരെല്ലാം ഉണ്ട്. PCJN അധ്യക്ഷനായിരുന്നു. മനോജ് ജോസഫ്, PT ഉണ്ണി, S സുകുമാരൻ, VK ജിൻസൺ, AK സുഭാഷ്, A കുമാരൻ തുടങ്ങിയവർ സംസാരിച്ചു. തങ്കമണി സർവീസ് സഹകരണ ബാങ്കിന്റെ നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്ന സഹ്യ തേയില ഫാക്ടറിയും വ്യവസായ യൂണിറ്റുകളും മുൻ ധനകാര്യമന്ത്രി തോമസ് ഐസക് സന്ദർശിച്ചു. പൂർണ്ണമായും ചെറുകിട കർഷകരെ സംഘടിപ്പിച്ച് നടത്തുന്ന കർഷക കൂട്ടായ്മയുടെ സംരംഭമായ സഹ്യ കേരളത്തിന്റെ കാർഷിക മുന്നേറ്റത്തിന് മാതൃകയാണെന്നും ഇത്തരം സംരംഭങ്ങളാണ് സംസ്ഥാനത്ത് ഉണ്ടാവേണ്ടതെന്നും അദ്ദേഹം പറഞ്ഞു. സഹ്യ ബ്രാൻഡ് ഉൽപ്പന്നങ്ങളായ കാപ്പി, തേയില, ഉണക്കക്കപ്പ, ഇടിയിറച്ചി തുടങ്ങിയവ വിദേശത്തേക്ക് കയറ്റുമതി ചെയ്യുന്നതിന്റെ ഭാഗമായി തങ്കമണി സഹ്യ ഡ്രൈ ഫ്രൂട്ട് സെന്ററിൽ നിന്നും ആദ്യ കണ്ടെയ്നർ പുറപ്പെട്ടിരുന്നു. ഇതിന് പിന്നാലെയാണ് ധനകാര്യ വകുപ്പ് മുൻമന്ത്രി തോമസ് ഐസക് ഫാക്ടറിയിൽ സന്ദർശനം നടത്തിയത്. സഹ്യ കേരളത്തിന്റെ കാർഷിക മുന്നേറ്റത്തിന് മാതൃകയാണെന്ന് അദ്ദേഹം പറഞ്ഞു. കേരളത്തിലെ കാർഷിക മേഖലയിൽ എന്താ വേണ്ടത്? ഞാൻ പറയും, സഹ്യ പോലത്തെ കൃഷിക്കാരുടെ കൂട്ടായ്മകളാണ് വേണ്ടത്. ഇന്ത്യയിലെ കാർഷിക മേഖലയിൽ നിന്ന് സർക്കാർ പിൻവാങ്ങാം, ആ സ്ഥാനത്തേക്ക് കോർപ്പറേറ്റുകൾ കൊടുക്കാം, അവരുമായിട്ടുള്ള കരാർ കൃഷി. ഇവിടെ അതിന് പകരം കൃഷിക്കാരുടെ തന്നെ കൂട്ടായ്മ, പ്രൊഡ്യൂസർ കമ്പനി കൃഷിക്കാർക്ക് വില ഗ്യാരണ്ടി ചെയ്യണം, അത് മൂല്യവർദ്ധിത ഉൽപ്പന്നമാക്കി വിൽക്കുകയാണ്. അത് നഷ്ടത്തിലല്ല, ലാഭത്തിലായി, എഫിഷ്യൻ്റ് ആയിട്ടാണ്. അതുകൊണ്ടാണ് ഇനിയിപ്പോൾ തേയിലയെ മാത്രമല്ല, കപ്പയും മാത്രമല്ല, അല്ലെങ്കിൽ നട്ട്സ് പാക്കിങ്ങിൽ മാത്രമല്ല, കൂടുതൽ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളിലേക്ക് നമുക്ക് നീങ്ങാൻ പറ്റണം. അങ്ങനെ കേരളത്തിൻ്റെ പുതിയ കാർഷിക മുന്നേറ്റത്തിന് മാതൃകയായിട്ട് സഹ്യ വളരട്ടെ. വ്യത്യസ്തമായ പ്രവർത്തനങ്ങളിലൂടെ മികച്ച നേട്ടം കൈവരിച്ചു ജനങ്ങളുടെ വിശ്വാസം ആർജിച്ച തങ്കമണി സഹകരണ ബാങ്ക് ഭരണസമിതി അംഗങ്ങളെയും ജീവനക്കാരെയും തോമസ് ഐസക് അഭിനന്ദിച്ചു. സഹ്യയുടെ അമ്പലമേട് തേയില ഫാക്ടറി, തങ്കമണിയിലെ ഡ്രൈ ഫ്രൂട്ട് സെന്റർ, തങ്കമണി സഹകരണ ബാങ്ക് തുടങ്ങിയവ അദ്ദേഹം സന്ദർശിച്ചു. ജില്ലാ ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ CB വർഗീസ്, ബാങ്ക് പ്രസിഡന്റ് സൈബി തോമസ്, സെക്രട്ടറി സുനീഷ് സോമൻ, റോമിയോ സെബാസ്റ്റ്യൻ തുടങ്ങിയവരും സഹ്യ ജീവനക്കാരും ഉദ്യോഗസ്ഥരും അദ്ദേഹത്തിനൊപ്പം സ്ഥലത്തെത്തിയിരുന്നു. വണ്ടിപ്പെരിയാർ മളാമല പൂണ്ടിക്കുളം മാതൃക അങ്കണവാടി കെട്ടിടത്തിന്റെ നിർമ്മാണോദ്ഘാടനം പീരുമേട് MLA വാടൂർ സോമൻ നിർവഹിച്ചു. MLAയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും 30 ലക്ഷം രൂപ അനുവദിച്ചാണ് അങ്കണവാടി കെട്ടിടത്തിന്റെ നിർമ്മാണം നടത്തുന്നത്. വണ്ടിപ്പെരിയാർ ഗ്രാമപഞ്ചായത്തിന്റെ 22ാം വാർഡായ പൂണ്ടിക്കുളത്ത് 2010-ലാണ് അങ്കണവാടി ആരംഭിച്ചത്. പ്രദേശത്തെ 250ഓളം കുടുംബങ്ങളിലെ കുരുന്നുകൾക്കായി വാടക കെട്ടിടത്തിലായിരുന്നു അങ്കണവാടിയുടെ പ്രവർത്തനം. അന്നു മുതൽ അങ്കണവാടിക്ക് സ്വന്തമായി ഒരു കെട്ടിടമെന്നത് ഏവരുടെയും സ്വപ്നമായിരുന്നു. ഇതിനായി പ്രദേശവാസികൾ നൽകിയ നിവേദനത്തിന്റെ അടിസ്ഥാനത്തിൽ 30 ലക്ഷം രൂപ പുതിയ അങ്കണവാടി കെട്ടിട നിർമ്മാണത്തിനായി പീരുമേട് MLA വാഴൂർ സോമൻ അനുവദിച്ചു.
കെട്ടിടത്തിന്റെ നിർമ്മാണ ഉദ്ഘാടന ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് അംഗം ഗീതാ ചെല്ലദുരൈ അധ്യക്ഷയായിരുന്നു. പീരുമേട് MLA വാടൂർ സോമൻ നിർമ്മാണ ഉദ്ഘാടനം നിർവഹിച്ചു. നമുക്ക് ഈ റോഡിനുള്ള ഈ അംഗൻവാടിക്കുള്ള സ്ഥലം വിട്ടു തന്ന സീനി ചേട്ടനെ ഒരിക്കൽ കൂടി മുക്തഘട്ടം അനുമോദിക്കുന്നു. നിങ്ങളുടെ എല്ലാം അനുവാദത്തോടെ ഈ കർമ്മം ഞാൻ നിർവഹിക്കുകയാണ്. നന്ദി, നമസ്കാരം. അങ്കണവാടി കെട്ടിടം നിർമ്മിക്കുന്നതിനായി സ്ഥലം വിട്ടു നൽകിയ PK ശ്രീനിവാസനെ ചടങ്ങിൽ MLA ആദരിച്ചു. CPM ലാമല ലോക്കൽ സെക്രട്ടറി MT ലിസി, CV ജോർജ്, ഷാജഹാൻ തുടങ്ങിയവർ സംസാരിച്ചു. കേന്ദ്ര സർക്കാരിന്റെ ജനദ്രോഹ നയങ്ങൾക്കെതിരെ KPCC പ്രസിഡന്റ് K സുധാകരനും പ്രതിപക്ഷ നേതാവ് VD സതീശനും ഐക്യജനാധിപത്യ മുന്നണിയും ഒരക്ഷരം പോലും ഉരിയാടാൻ തയ്യാറായിട്ടില്ലെന്ന് ഉടുമ്പൻചോല MLA M. മണി. VM ജോസഫ് അനുസ്മരണ ദിനാചരണവും പൊതുസമ്മേളനവും ഉദ്ഘാടനം ചെയ്ത് സേനാപതി വട്ടപ്പാറയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കേന്ദ്ര ഗവൺമെന്റ് ഈ ദ്രോഹ നയങ്ങൾക്കെതിരെ ഇവിടെ പ്രതിപക്ഷവാദം പറഞ്ഞ് തൂക്കിയിട്ടുണ്ട് നടക്കുന്ന സതീശനും സുധാകരനടക്കമുള്ള ഐക്യജനാധിപത്യ മുന്നണിക്കാർ ഒരക്ഷരം ഉരിയാടാൻ നമ്മുടെ തയ്യാറല്ല. കേന്ദ്രം ഭരിക്കുന്ന കക്ഷിയുടെ അനുയായികൾ BJPക്കാർ ഒരക്ഷരം കേരളത്തിലേക്ക് വേണ്ടി, വയനാട് ജില്ലയ്ക്ക് വേണ്ടി ഒരക്ഷരം ഉരിയാടാൻ തയ്യാറായിട്ടില്ല എന്നതാണ് ഏറ്റവും വലിയ അപമാനകരമായ കാര്യമെന്ന കാര്യവും ഞാൻ ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്തുവാൻ ആഗ്രഹിക്കുക. അവിടെ കമ്മ്യൂണിസ്റ്റുമാരുടെ നാട്ടിൽ കേന്ദ്ര അപകടയുടേലും ഇവിടുത്തെ പ്രതിപക്ഷങ്ങൾ ഇതൊന്നും കണ്ടില്ലെന്ന് നടിച്ചാലും പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, LDFന്റെ ഗവൺമെന്റ് പിണറായി LDF ഗവൺമെന്റ് ഈ സംസ്ഥാനത്തിന്റെ പുരോഗതിക്ക് വേണ്ടി പ്രവർത്തിക്കും. വയനാട് ജില്ലയെ വലിയ ജനങ്ങളെ ചേർത്ത് പിടിക്കും. നെഞ്ചോട് ചേർത്ത് പിടിക്കും സംസ്ഥാന ഗവൺമെന്റ്. അവിടെ വയനാടിനെ പുനർനിർമ്മിക്കുന്നതിന് എല്ലാ സഹായവും സംസ്ഥാന ഗവൺമെന്റ് ചെയ്യും. ശാന്തൻപാറ ഏരിയ കമ്മിറ്റി അംഗവും വട്ടപ്പാറ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയും CITU ശാന്തൻപാറ ഏരിയ കമ്മിറ്റി അംഗവുമായിരിക്കെ 1989 ജനുവരി 15-നാണ് VM ജോസഫ് നിര്യാതനായത്. സേനാപതി പഞ്ചായത്തിൽ പാർട്ടിയുടെ വളർച്ചയ്ക്കായി നിരവധി പോരാട്ടങ്ങൾ സംഘടിപ്പിച്ച വ്യക്തിയായിരുന്നു അദ്ദേഹം. 36ാമത് VM ജോസഫ് അനുസ്മരണം വട്ടപ്പാറ ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് സംഘടിപ്പിച്ചത്. ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം VN മോഹനൻ, ഏരിയ സെക്രട്ടറി NP സുനിൽകുമാർ, ജില്ലാ കമ്മിറ്റി അംഗം VV ഷാജി, ഏരിയ കമ്മിറ്റി അംഗങ്ങളായ തിലോത്തമ സോമൻ, അരുൺ അശോകൻ തുടങ്ങിയവർ സംസാരിച്ചു. മുൻ കേന്ദ്രമന്ത്രിയും കോൺഗ്രസ് നേതാവുമായിരുന്ന CM സ്റ്റീഫന്റെ 41ാം ചരമവാർഷിക ദിനം കോൺഗ്രസ് കട്ടപ്പന ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആചരിച്ചു. രാജീവ് ഭവനിൽ നടന്ന അനുസ്മരണം ACC അംഗം അഡ്വക്കേറ്റ് EM അഗസ്തി ഉദ്ഘാടനം ചെയ്തു. കോൺഗ്രസിന്റെ പ്രതിസന്ധി ഘട്ടത്തിൽ പാർട്ടിക്ക് വേണ്ടി ഉജ്ജ്വലമായ പോരാട്ടം നടത്തിയ പോരാളിയായിരുന്നു CM സ്റ്റീഫൻ. ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവെന്ന നിലയിൽ അദ്ദേഹം നടത്തിയ പ്രസംഗങ്ങൾ എതിരാളികൾ പോലും അംഗീകരിക്കുകയും വെള്ളിനാവുള്ള പോരാളി എന്ന് അദ്ദേഹത്തെ വിശേഷിപ്പിക്കുകയും ചെയ്തു. കേന്ദ്ര ടെലികോം മന്ത്രി എന്ന നിലയിൽ കേരളത്തിലെ ടെലികോം മേഖലയ്ക്ക് അദ്ദേഹം നൽകിയ സംഭാവനകൾ വിലപ്പെട്ടതാണ്. ഇടുക്കിയിൽ നിന്നുള്ള MP ആയിരുന്ന സമയത്താണ് അദ്ദേഹം ലോക്സഭയിൽ പ്രതിപക്ഷ നേതാവ് പദവിയിലെത്തുന്നത്. തൊഴിലാളി നേതാവെന്ന നിലയിൽ കേരളത്തിൽ INTUC കെട്ടിപ്പടുത്താൻ നിർണായക പങ്കാണ് അദ്ദേഹം വഹിച്ചതെന്നും അനുസ്മരണ യോഗം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് AICC അംഗം അഡ്വക്കേറ്റ് EM അഗസ്തി പറഞ്ഞു. ഇന്ദിരാഗാന്ധിയെ പാർലമെന്റ് പുറത്താക്കുന്ന പ്രമേയത്തെ എതിർത്തുകൊണ്ട് സംസാരിക്കുമ്പോൾ CM സ്റ്റീഫൻ പാർലമെന്റിനെ സ്തബ്ധമാക്കിക്കൊണ്ട് പറഞ്ഞു, നിങ്ങൾ ഇന്ദിരാഗാന്ധിയെ ക്രൂശിക്കുകയാണ്. പക്ഷെ 3-ാം നാളിൽ A6 പുനരുദ്ധാനം ചെയ്തതുപോലെ ഇന്ദിരാഗാന്ധി ഇടിമുഴക്കത്തോടെ തിരിച്ചു വരും. ആ ദിവ്യപ്രഭയിൽ നിങ്ങൾ അസ്തമിച്ചു പോകും. അദ്ദേഹത്തിന്റെ വാക്കുകൾ അനർത്ഥമാകുന്നത് പോലെ തന്നെ ഒരു വർഷത്തിനിടയിൽ ജനതാ പാർട്ടിയുടെ ഗവൺമെന്റും ജനതാ പാർട്ടിയും തകർന്നു പോയത് നമ്മൾ കണ്ടതാണ്. ചരിത്രത്തെ ഇത്രമാത്രം വിശകലനം ചെയ്ത് സംസാരിക്കാൻ കഴിയുന്ന മറ്റൊരു നേതാവ് എന്റെ ഓർമ്മയിൽ, എന്റെ അറിവിലില്ല. കട്ടപ്പനയിൽ അദ്ദേഹം വരുന്നത് 85-ൽ നടക്കാൻ പോകുന്ന പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയാകാനുള്ള തീരുമാനത്തോടുകൂടിയാണ്. അനുസ്മരണത്തിന്റെ ഭാഗമായി CM സ്റ്റീഫന്റെ ഛായാചിത്രത്തിൽ പ്രവർത്തകർ പുഷ്പാർച്ചന നടത്തി. ബ്ലോക്ക് പ്രസിഡന്റ് തോമസ് മൈക്കിൾ അധ്യക്ഷനായിരുന്നു. മണ്ഡലം പ്രസിഡന്റ് സിച്ചു ചെക്കുമുട്ടിൽ, നേതാക്കളായ ഷാജി വെള്ളമാക്കൽ, ബാബു പുളിക്കൽ, ജോസ് ആനക്കല്ലിൽ, CM തങ്കച്ചൻ, പൊന്നപ്പൻ അഞ്ചപ്ര, KS സജീവ് തുടങ്ങിയവർ സംസാരിച്ചു. കട്ടപ്പന കൊച്ചുതോവാള ശ്രീനാരായണ മഹാദേവ ക്ഷേത്രത്തിൽ ഉത്രം പെരുന്നാൾ മഹോത്സവത്തിന് കൊടിയേറി. ബ്രഹ്മശ്രീ സുരേഷ് ശ്രീധരൻ തന്ത്രികൾ കൊടിയേറ്റ് കർമ്മം നിർവഹിച്ചു. SNDP യോഗം മലനാട് യൂണിയൻ പ്രസിഡന്റ് ബിജു മാധവൻ ഉത്സവ സന്ദേശം നൽകി. ജനുവരി 15 മുതൽ 19 വരെയാണ് ഉത്രം തിരുനാൾ മഹോത്സവം നടക്കുന്നത്. ഉത്സവത്തിന്റെ ഭാഗമായി എല്ലാ ദിവസവും വിശേഷാൽ പൂജകൾ കൂടാതെ ഗാനമേള, കൈകൊട്ടിക്കളി, നൃത്തസന്ധ്യ, മഹാകലശാഭിഷേകം, താലപ്പൊലി ഘോഷയാത്ര എന്നിവയും നടക്കും. ബ്രഹ്മശ്രീ സുരേഷ് ശ്രീധരൻ തന്ത്രികൾ തൃക്കൊടിയേറ്റ് കർമ്മം നിർവഹിച്ചു. നാരായണ
SNDP മലനാട് യൂണിയൻ പ്രസിഡന്റ് ബിജു മാധവൻ ഉത്സവ സന്ദേശം നൽകി. അതുപോലെ തന്നെ നമ്മുടെ ഉള്ളിലും നമ്മുടെ ചിന്തകൾ കൊണ്ടും കർമ്മങ്ങൾ കൊണ്ടും നമ്മൾ അറിയാതെ ഏതെങ്കിലുമൊക്കെ രീതിയിൽ നമ്മുടെ ഉള്ളിലുള്ള ചൈതന്യവും കുറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ 10 മടങ്ങായി ക്ഷേത്രത്തിൽ വർദ്ധിക്കുന്ന ആ ചൈതന്യത്തെ സ്വീകരിച്ചുകൊണ്ട് കുടിയേറ്റോടുകൂടി നാട്ടിലെല്ലാം വ്യാപിക്കുന്ന ആ ചൈതന്യം നമ്മുടെ ഭവനത്തിൽ എത്തുന്നത് വഴി നമ്മുടെ ഉള്ളിലെ ചൈതന്യവും വർദ്ധിപ്പിക്കുക എന്ന ഈ 2 ഉദ്ദേശ ലക്ഷ്യങ്ങളാണ് ഓരോ ഉത്സവങ്ങൾ കൊണ്ടും നമ്മളെല്ലാവരും പ്രതീക്ഷിക്കുന്നതും നടപ്പാകേണ്ടത്. തുടർന്ന് കൈകൊട്ടിക്കളിയും നടന്നു. ക്ഷേത്രം പ്രസിഡന്റ് സന്തോഷ് കുമാർ പാതയിൽ, സെക്രട്ടറി അഖിൽ കൃഷ്ണൻകുട്ടി, യൂണിയൻ കമ്മിറ്റി അംഗം പി ജി സുധാകരൻ, വൈസ് പ്രസിഡന്റ് വിനോദ് മറ്റത്തിൽ, ക്ഷേത്ര മേൽശാന്തി നിശാന്ത് ശാന്തികൾ തുടങ്ങിയവർ നേതൃത്വം നൽകി. തമിഴ്നാടിന്റെ പ്രധാന ആഘോഷമായ പൊങ്കൽ വണ്ടിപ്പെരിയാറിലെ വിവിധ സ്കൂളുകളും ആഘോഷമാക്കി. പൊങ്കൽ വെച്ചും വിവിധ കലാപരിപാടികളും മത്സരങ്ങളും സംഘടിപ്പിച്ചുമായിരുന്നു ആഘോഷങ്ങൾ. വണ്ടിപ്പെരിയാർ പഞ്ചായത്ത് ഹയർ സെക്കൻഡറി സ്കൂളിലെ സ്കൂൾ അധ്യാപകരുടെയും കുട്ടികളുടെയും PTIയുടെയും ആഭിമുഖ്യത്തിലാണ് പൊങ്കൽ ആഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചത്. അധ്യാപകർ കുട്ടികൾക്കായി പൊങ്കൽ തയ്യാറാക്കുകയും വിവിധ മത്സരങ്ങൾ സംഘടിപ്പിക്കുകയും ചെയ്തു. ജില്ലാ പഞ്ചായത്ത് അംഗം SP രാജേന്ദ്രൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു. PTA വൈസ് പ്രസിഡന്റ് രാമരാജ് അധ്യക്ഷത വഹിച്ചു. ഹെഡ്മാസ്റ്റർ K മുരുകേശൻ, ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് R ശ്രീരാമൻ, MPTA പ്രസിഡന്റ് സുസി യേശുദാസ്, അധ്യാപകർ തുടങ്ങിയവർ സംസാരിച്ചു. ഗ്രാമ്പി LP സ്കൂളിലും വിപുലമായ പരിപാടികളോടെയാണ് പൊങ്കൽ ആഘോഷങ്ങൾ സംഘടിപ്പിച്ചത്. സ്കൂൾ ഹെഡ്മാസ്റ്റർ M സുരേഷ്, അധ്യാപകർ, PTA അംഗങ്ങൾ എന്നിവരുടെ നേതൃത്വത്തിൽ കുട്ടികൾക്ക് പൊങ്കൽ തയ്യാറാക്കി നൽകി. കൂടാതെ വിവിധ മത്സരങ്ങളും സംഘടിപ്പിച്ചിരുന്നു. വണ്ടിപ്പെരിയാർ ഗവൺമെന്റ് UP സ്കൂളിലും പൊങ്കൽ ആഘോഷങ്ങൾ നടന്നു. കുട്ടികളുടെയും മാതാപിതാക്കളുടെയും ആഭിമുഖ്യത്തിലാണ് മത്സരങ്ങൾ സംഘടിപ്പിച്ചത്. വിജയിച്ച ടീമുകൾക്ക് സമ്മാനങ്ങളും വിതരണം ചെയ്തു. ആഘോഷ പരിപാടികൾ PTA പ്രസിഡന്റ് ഡാനിയേൽ ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ വണ്ടിപ്പെരിയാർ ഗവൺമെന്റ് ഓഫീസിലെ പൊങ്കൽ ഉത്സവം വളരെ ഭംഗിയായി എന്ന് ആഘോഷിച്ചു. ഇതിൻ്റെ കാർഷിക സംസ്കാരത്തിൻ്റെയും ബന്ധങ്ങളുടെയും മറ്റു സംഗമത്തിൻ്റെയും ആഘോഷമാണ് പൊങ്കൽ മഹോത്സവം. കേരളത്തിൽ നമ്മൾ വിഷു അതുപോലെ തന്നെ ഓണം ആഘോഷിക്കുന്ന പോലെ തന്നെ ഇന്ന് തമിഴ്നാട്ടിൽ തമിഴ് സംസ്ഥാനത്തിലെ എല്ലാ ജനങ്ങളും പൊങ്കൽ വളരെ ഭംഗിയായി ആഘോഷിക്കുകയാണ്. സ്കൂൾ പ്രധാനാധ്യാപകൻ ST രാജ്, മറ്റധ്യാപകർ, PTA അംഗങ്ങൾ, MPTA ഭാരവാഹികൾ തുടങ്ങിയവർ നേതൃത്വം നൽകി. ഇനി നേർക്കാഴ്ചയിലേക്ക്. നേർക്കാഴ്ച നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് KG's Jewelry, കോട്ടയം കട. സിൻസ് 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. ഇത്തവണയും പതിവ് തെറ്റിക്കാതെ ഭീമൻ ചേന വിളയിച്ചിരിക്കുകയാണ് അടിമാലി കൂമ്പൻപാറ സ്വദേശിയും കർഷകനുമായ അമ്പലത്തിങ്കൽ സുരേന്ദ്രൻ. ഇത്തവണ സുരേന്ദ്രൻ വിളയിച്ച ചേനയ്ക്ക് 100 കിലോയ്ക്കടുത്ത് തൂക്കമുണ്ട്. മുമ്പ് സുരേന്ദ്രൻ കാർഷിക മേളകളിലെ വിളപ്രദർശന മത്സരരംഗത്ത് സജീവ സാന്നിധ്യമായിരുന്നു. തികച്ചും ജൈവ രീതിയിലാണ് സുരേന്ദ്രന്റെ കൃഷി. 4 നൂറ്റാണ്ടോളമായി കാർഷിക വൃത്തിയിലൂടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നയാളാണ് അടിമാലി കൂമ്പൻപാറ സ്വദേശി സുരേന്ദ്രൻ. തന്റെ കൃഷിയിടത്തിൽ ഭീമൻ ചേനയും കപ്പയും കാച്ചിലുമൊക്കെ വിളയിച്ചെടുക്കുകയെന്നത് സുരേന്ദ്രൻ കാലങ്ങളായി തുടർന്നു പോരുന്ന കൃഷിരീതിയാണ്. ഇത്തവണയും സുരേന്ദ്രൻ പതിവ് തെറ്റിച്ചില്ല. വിളവെടുത്ത ഭീമൻ ചേനയ്ക്ക് 100 കിലോയ്ക്കടുത്ത് തൂക്കം വരുമെന്ന് സുരേന്ദ്രൻ പറയുന്നു. ഇത് തികച്ചും ജൈവ രീതിയിലെ കൃഷിയാണ്. ഒരു ചേനയാണിത്. എല്ലാ കൂട്ടം കൃഷിയുണ്ട്. കപ്പയുണ്ടായിരുന്നു, ഇഞ്ചി, മഞ്ഞൾ, പിന്നെ കാച്ചിൽ, ഇതെല്ലാം ഏറ്റവും വലിപ്പം കൂടിയ സൈസ് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. കൃഷി ചെയ്ത് മേളയിൽ വയ്ക്കാൻ വേണ്ടി മാത്രം ഉണ്ടാക്കിയാണ്. നേരത്തെ ഉപയോഗിക്കുന്നതിന് വേറെ യാതൊരു കുഴപ്പമുള്ള ചേനയല്ല. അത് സാധാ ചേനയാണ്. മറ്റേ ഈ ഗജേന്ദ്രൻ ചേന എന്നൊന്നും പറഞ്ഞാൽ അല്ല. അത് സാധനം ഇവിടുത്തെ നാടൻ ചേന തന്നെയാണത്. മുമ്പ് സുരേന്ദ്രൻ കാർഷിക മേളകളിലെ വില പ്രദർശന മത്സര രംഗത്ത് സജീവ സാന്നിധ്യമായിരുന്നു. 24 വർഷം മുമ്പാണ് ആദ്യമായി സുരേന്ദ്രൻ കാർഷിക മേളകളിലെ വിള പ്രദർശന മത്സരത്തിനായി ഉൽപ്പന്നങ്ങൾ എത്തിക്കാനായുള്ള ശ്രമം ആരംഭിച്ചത്. പിന്നീട് ഇങ്ങോട്ട് എല്ലാ വർഷവും ഭീമൻ കപ്പയും ചേനയും കാച്ചിലുമൊക്കെ വിളയിക്കുന്നത് സുരേന്ദ്രനെ സംബന്ധിച്ച് സാധാരണ കാര്യമായി.
102 കിലോ തൂക്കം വരുന്ന ചേന, 110 കിലോ തൂക്കം വരുന്ന കാച്ചിൽ, 220 കിലോ തൂക്കം വരുന്ന കപ്പ, 34 കിലോ തൂക്കം വരുന്ന ഇഞ്ചി, മഞ്ഞൾ എന്നിവയൊക്കെ കഴിഞ്ഞ കാലത്ത് സുരേന്ദ്രൻ തന്റെ കൃഷിയിടത്തിൽ വിളയിച്ചിട്ടുണ്ട്. തികച്ചും ജൈവ രീതിയിലാണ് സുരേന്ദ്രൻ തന്റെ കൃഷി തുടർന്നു പോരുന്നത്. നേർക്കാഴ്ച നിങ്ങൾക്കായി അവതരിപ്പിച്ചത് KG's Jewelry, കോട്ടയം കട. സിൻസ് 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. ഇനി കമ്പോളം. കമ്പോളം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് KG's Jewelry, കോട്ടയം കട. സിൻസ് 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. വണ്ടൻമേട് മാസ് എന്റർപ്രൈസസ് ഏലക്കാലയിലെ വിവരം. ആകലോട്ട് 330, വിൽപ്പനയ്ക്ക് വന്നത് 1,10,182. വിൽപ്പന നടന്നത് 99,316. കൂടിയ വില 3,612, ശരാശരി വില 3,117. കട്ടപ്പന കമ്പോളം. കുരുമുളക് കിലോഗ്രാമിന് 645 രൂപ, ഏലം കൂടിയ വില 3000, ഏലം ശരാശരി വില 2800. കാപ്പിപ്പരിപ്പ് 400, ഗ്രാമ്പു 900, കൊക്കോ 190, റബ്ബർ 190. സ്വർണം വെള്ളി വിപണി. സ്വർണം ഗ്രാമിന് 7,390 രൂപ, വെള്ളി 103. കമ്പോളം നിങ്ങൾക്കായി അവതരിപ്പിച്ചത് KG's Jewelry, കോട്ടയം കട. സിൻസ് 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ സുരക്ഷാ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ദേശീയ ഡാം സുരക്ഷാ അതോറിറ്റിക്ക് കൈമാറി. അണക്കെട്ടുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ പരിഗണിക്കാൻ കേന്ദ്രം പുതിയ മേൽനോട്ട സമിതിയെ രൂപീകരിച്ചു. അണക്കെട്ടിന് പുതിയ മേൽനോട്ട സമിതി എന്ന തീരുമാനം സംസ്ഥാനത്തിന് ആശ്വാസകരമെന്ന് ഇടുക്കി MP ഡീൻ കുര്യാക്കോസ്. എല്ലാ മാനദണ്ഡങ്ങളും പാലിച്ചാണ് കഞ്ചിക്കോട് ബ്രൂവറി പദ്ധതിക്ക് അനുമതി നൽകിയതെന്ന് മന്ത്രി MP രാജേഷ്. കേന്ദ്ര സർക്കാർ അംഗീകരിച്ച കമ്പനിക്കാണ് ടെൻഡർ നൽകിയത്. എക്സ്ട്രാ ന്യൂട്രൽ ആൽക്കഹോൾ നിർമ്മാണം സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ച മദ്യനയത്തിന്റെ ഭാഗമാണെന്നും മന്ത്രി. ഇപ്പോഴത്തെ പ്രതിപക്ഷ ആരോപണം സ്വാഭാവികമെന്നും പ്രതികരണം. വനനിയമ ഭേദഗതി ബില്ല് സംസ്ഥാന സർക്കാർ പിൻവലിച്ചത് ഐക്യജനാധിപത്യ മുന്നണിയുടെ സമരത്തിന്റെ ഫലമെന്ന് ഇടുക്കി MP ഡീൻ കുര്യാക്കോസ്. സംസ്ഥാന സർക്കാരിന്റെ തീരുമാനം സ്വാഗതാർഹം. ബില്ല് പിൻവലിച്ചത് സർക്കാരിന് വൈകി വന്ന വിവേകമെന്ന് AICC അംഗം EM അഗസ്തി. വാനരശല്യത്താൽ പൊറുതിമുട്ടി അടിമാലി ഗ്രാമപഞ്ചായത്തിലെ 10ാം വാർഡിലെ ഒരുപറ്റം കുടുംബങ്ങൾ. വാനരശല്യത്താൽ പ്രതിസന്ധിയിലായിട്ടുള്ളത് അടിമാലിക്കും കൂമ്പൻപാറയ്ക്കുമിടയിൽ ടെക്നിക്കൽ ഹൈസ്കൂളിന് സമീപത്തുള്ള ഒരുപറ്റം കുടുംബങ്ങൾ. കൂട്ടത്തോടെ ജനവാസ മേഖലയിലേക്ക് എത്തുന്ന വാനരന്മാർ വീട് പോലും കൈയടക്കുന്ന സ്ഥിതി. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.